നമസ്കാരം. നക്ഷത്രപഥത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പ്രശ്നം പരിഹാരവുമാണ്. ഇന്ന് 1197 ആണ്ട് ഇടവമാസം 26 തീയതിയാണ്, അല്ലെങ്കിൽ 2022 ജൂൺ മാസം 9 തീയതി. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് രാത്രിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ് നാളെ വെളുപ്പിനെ 4:27 വരെ അത്തമാണ് നക്ഷത്രം. ശബരിമല പ്രതിഷ്ഠാ ദിനം ഇന്നാണ്. ഇന്നത്തെ ദിവസം നമുക്ക് കോളുകളും വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ ധാരാളമായി കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ആർക്കൊക്കെയാണ് സംസാരിക്കാൻ കഴിയുന്നതെന്ന്. അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഇരിക്കുന്ന ഒരു യുവതി. അവരെന്നെ നേരത്തെ കാണാൻ വന്നിട്ടുള്ള ആളാണ്. ഞാനോട് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരിച്ചേട്ടാ ഭയങ്കര വിഷമമുണ്ട് ഹരിച്ചേട്ടനെ പറ്റി ഓരോന്ന് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഏതോ ഞാനിട്ട ഒരു വീഡിയോയുടെ താഴെ അവരുടെ ഒരു കസിൻ, ഒരു വിനോദെന്നോ മറ്റോ ആണ് പേര്, കോട്ടയത്തുള്ള ആളാണ്. അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടു, ഇയാൾ വീട്ടിൽ വരുന്നവരോടെല്ലാം മന്ത്രവാദവും പൂജയൊക്കെ പറയും, എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയും എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല. കാരണം നമ്മൾ അവിടെ നിങ്ങളും എന്നെ കാണാൻ വന്നിട്ടുള്ള ആളാണ്. എന്താണോ ടി വിയിൽ ഇരുന്ന് പറയുന്നത്, എന്താണോ പൊതുസമൂഹത്തിൽ പറയുന്നത്, അത് തന്നെയാണ് നേരിട്ടും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അപ്പം നിങ്ങളത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോടത് കൺവേ ചെയ്യാതിരുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു കൺവേ ചെയ്തു. അപ്പോൾ പുള്ളി പറയുന്നു 6:30 വോയിസ് റെക്കോർഡ് 10 പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, അതൊന്ന് കേൾക്കൂ. എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ കേൾക്കൂ. ഞാൻ അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമല്ലേ. അതെടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്താൽ ഞാൻ എൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പറയുന്നൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ എനിക്കൊന്ന് പിറ്റേ ദിവസം ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ കേട്ടു, ആരാണ്ട് വരുന്നവരോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. വലിയ സംഭവം. നമ്മളിവരെ ടി വിയിലിരുന്ന് എല്ലാ ദിവസവും അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണമെന്നും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നും ശിവക്ഷേത്രത്തിൽ പോകണമെന്നും അമ്പലത്തിലാണ് പരിഹാരങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചെയ്യണം എന്ന് പറയുകയും, അല്ലാതെ ഹോമവും പൂജയും അല്ല പരിഹാരം ചെയ്ത് പൈസ കളയേണ്ടത് എന്ന് ഇതിലൂടെ പറയുന്നതാണ്. ഈ ആശാൻ ഇതൊന്നും കേൾക്കാതെ ആരോ വോയിസ് അയച്ചു കൊടുത്ത് ഞാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞെന്ന് ഒന്ന് ആലോചിച്ച്. എന്നുള്ളത് പരസ്യമായി പറയുന്ന കാര്യമാണ്. അതാണ് വലിയ രഹസ്യാത്മകമായി ആരോടോ പറയുന്നത്. അവരെൻ്റെ മുമ്പിൽ വന്നിരുന്ന ആളുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് കൊടുത്തത്. ആലോചിച്ച് നോക്കൂ, വേറെ എന്തെങ്കിലും ആയിരുന്നതിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ആരൊക്കെയാണ് വിളിക്കാൻ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ഹലോ, ഞാനൊരു ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണേ. പറഞ്ഞാട്ടെ. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 7/1/1984. സമയം ഒരു മിനിറ്റ്. അയ്യോ, സമയം അറിയില്ല. ഭർത്താവ് ജനിച്ചത്? ഹലോ. ഹലോ, 8:20 രാവിലെ 8:20. അതാരാ പറഞ്ഞേ? അല്ലല്ല, സോറി, അമ്മയാണ് പറഞ്ഞത്. രാത്രി 8:20. രാത്രിയാണോ? തിരുവനന്തപുരത്ത് തന്നെയാണോ ജനിച്ചത്? അതെ, ചതയല്ലേ നക്ഷത്രം? ശനിയാഴ്ച ദിവസം ധനു 23 തീയതി. അതെ, ശനിയാഴ്ച. ഇപ്പോഴേ ഭർത്താവിന് 7:30 ശനിയിലെ ജന്മശനി എന്ന് പറയുന്ന കാലാണ്, കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് ഇപ്പൊ ജന്മശനി എന്ന് പറഞ്ഞൊരു സമയ അത്ര നല്ല സമയമല്ല. ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരോ രീതിയിലാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ ജാതകപ്രകാരം അദ്ദേഹത്തിന് ഈ ശനി ബാധിക്കുന്നത് ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളാൻ പറയണം. ഒരു ജോലി ആയിരിക്കും ആദ്യം കിട്ടുന്നത്. ഏത് ജോലിയാണെങ്കിലും അത് ഏറ്റെടുത്ത് നല്ലതുപോലെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറയണം അദ്ദേഹത്തോട്. ജോലി സംബന്ധമായി ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി ആദ്യം കിട്ടില്ല. അതാണ് 18 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ജോലി നഷ്ടപ്പെട്ടത്. അത് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലല്ലോ, ഞാൻ അങ്ങോട്ടല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് ഇത് സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ അതുകൊണ്ട് അത് പതറണ്ട.
ജോലി പോയി എന്നുള്ളത് കൊണ്ട് വിഷമിച്ച് ഇനി എനിക്ക് എങ്ങും പോകാൻ വയ്യ, അവിടെ തന്നെയായിരുന്നു എനിക്ക് നല്ലതെന്ന് ചിന്തിച്ചിരിക്കണ്ട. അവിടെയും നോക്കിക്കോളാൻ പറ, വേറെയും നോക്കിക്കോളാൻ പറ. എന്തായാലും നല്ലൊരു ജോലി അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടും. ടെൻഷൻ അടിക്കണ്ട. ഇപ്പം അസുഖമാണ്, ആരോഗ്യപരമായി ശ്രദ്ധിക്കണം. പിന്നെ ടെൻഷൻ കൊണ്ടുള്ളത് കൂടെ ഉണ്ടെന്നേ. അതേ ഒരിക്കൽ പ്രതീക്ഷിക്കാതിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഒരു കാര്യം ചെയ്യൂ, അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകാൻ പറയണം. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം ഇത് നടത്താൻ പറയണം. നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ പറയുന്നതൊക്കെ കേട്ടിട്ടില്ലേ? ആരോ ഒരു മഹാൻ പറഞ്ഞെന്ന് പറയുന്നിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകാനൊന്നും പറയാറില്ല, രഹസ്യമായിട്ട് പറയൂ. ഇല്ല അമ്പലത്തിലൊക്കെ പോവാറുണ്ട്, അമ്പലത്തിലൊക്കെ പോകുന്ന വ്യക്തിയാണ്. അല്ല, പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് പ്രോഗ്രാമിൽ എന്തോ പറയാൻ വന്നേ? ഒരു സംശയം കൂടെ. ഇപ്പം ഹസ്ബൻഡിന്റെ കുടുംബ കോവിൽ ഏതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കുടുംബക്ഷേത്രം നമുക്കറിയില്ല എങ്കിൽ അതിന് ജ്യോതിഷം നൽകുന്ന ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയുടെ, അതായത് നമ്മൾ ജനിച്ച വീടിന്റെ, ഒന്നുകിൽ അമ്മയുടെ കുടുംബത്തിലായിരിക്കും നമ്മൾ ജനിക്കുക, അല്ലെങ്കിൽ ജനിച്ച വീടിനടുത്തുള്ള ദേവീക്ഷേത്രം അങ്ങ് എടുത്താൽ മതി. അല്ലാതെ ഇത് ഗൂഗിൾ മാപ്പ് ഒന്നും അല്ല ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇന്ന വഴിയിലൂടെ പോയി കുടുംബക്ഷേത്രം കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയാം. അതിന്റെ പുറകെ നിങ്ങൾ പോകണ്ട. കാരണം ചുമ്മാ ആളുകൾ പറഞ്ഞ് ഓരോന്ന് പരസ്പര വിരുദ്ധമായിട്ട് പറയും, അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും. അമ്മയുടെ കുടുംബം, അതിനടുത്തുള്ള ദേവീക്ഷേത്രം. കുടുംബം അവിടത്തെ അവര് തന്നെ പല സ്ഥലങ്ങളിലോട്ട് മാറി. അമ്മ ജനിച്ച എവിടാ? ക്ലിയർ ആയിട്ട് അറിയില്ല. അമ്മ ജനിച്ച എവിടാ? അമ്മ ജനിച്ചത് ഈസ്റ്റ് കോട്ടാണെന്ന് പറയുന്നത്. ശരി, മകൻ ജനിച്ച എവിടാ? ചേട്ടൻ ജനിച്ചത് അവിടെ പഴയ ഒരു മന്ത്രമൂർത്തി ഉള്ളതായിട്ട് മാത്രമേ. ദേവീക്ഷേത്രം കാണും, അത് നോക്കിയാൽ മതി. ദേവീക്ഷേത്രം അതിനായിട്ട് അടുത്തുള്ള അടുത്തുള്ള ദേവീക്ഷേത്രം അതങ്ങ് കുടുംബക്ഷേത്രമായിട്ട് സങ്കല്പിച്ചോളുക. ഓക്കെ, അത് എവിടെയാണെന്ന് സംഭവം അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. അല്ല, അമ്മ ജനിച്ച സ്ഥലം അറിഞ്ഞൂടെ? അമ്മ ജനിച്ച സ്ഥലം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ. അമ്മയുടെ അച്ഛൻ വന്നിട്ട് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ. മകൻ ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയാലോ അമ്മയ്ക്ക്? അതറിയാം. അമ്മയുടെ ഒരു മിനിറ്റ് പൊട്ടി കൊടുക്കും. അമ്മേ മോൻ എവിടെ അമ്മേ ജനിച്ചേ? മോൻ ജനിച്ചത് ഇവിടെ നമ്മളെവിടെ തന്നെ വലിയ മോൻ ജനിച്ചത് കിഴക്കേക്കോട്ടയല്ല. കിഴക്കേക്കോട്ട ഞാൻ ആശുപത്രി അല്ല. അത് കഴിഞ്ഞ അമ്മയുടെ വീടല്ലായിരുന്നോ? അമ്മയുടെ വീട് എന്റെ വീട് അവിടെ നിന്നൊക്കെ എന്റെ അമ്മ കൊടുത്തിട്ടൊക്കെ പോയി. അതെവിടാ? എന്റെ മോൻ ജനിച്ചത് പാളയത്താണ്. അന്ന് അമ്മയുടെ വീടല്ലേ അത്? അതെ. ആ പാളയത്തിനടുത്ത് ഏതാ ദേവീക്ഷേത്രം ഉള്ളേ? പാളയത്തിനടുത്ത് ദേവീക്ഷേത്രം ഈ ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ദേവി മന്ത്രമൂർത്തി ഉണ്ടെന്നേ അറിയാവൂ. ശരി, അവിടെ അതങ്ങ് ഫിക്സ് ചെയ്യുന്നു. അതാണ് ഇനി കുടുംബക്ഷേത്രം. ഇനി വേറെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങ് നടക്കണ്ട കേട്ടോ. ഓക്കെ, ശരി. ഹലോ, വീട് ശ്രമിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 3/93. സമയം 4:45 PM. എവിടെ ജനിച്ചേ മോനെ? തമിഴ്നാടാണ്, ചിദംബരം. ആയില്യാണോ നക്ഷത്രം? അല്ല, മൂലം പറഞ്ഞിരുന്നു മോനെ. 3/7/93 അല്ലേ? 1993. എനിക്ക് തെറ്റിയ. മൂലം ശനിയാഴ്ച ദിവസം, മിഥുനം 19-ാം തീയതി. കല്യാണം നടന്നില്ലല്ലേ? ഇല്ല, മൊത്തത്തിലെ പ്രശ്നങ്ങളാണ്. വീട്, ജോലി, കല്യാണം. നമുക്കിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. മോന് കുറച്ചു കാലമായിട്ട് ഏഴരശനി കാലമായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ രാഹുവിന്റെ അപഹാരം ചന്ദ്രദശ നടക്കുന്നുണ്ട്. അത് ഉടനെ മാറാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്കിപ്പോ വിവാഹം അവിടെ നിൽക്കട്ടെ, നടക്കും, ധൃതി പിടിക്കണ്ട. ജോലിയുടെ കാര്യത്തിന് ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് സജീവമായി നോക്കണം. ഇതുവരേക്കും ഇങ്ങനെ കയ്യിൽ വരെ വന്നിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു പീരീഡ് ആയിരുന്നു. അതിപ്പോ ഒന്ന് മാറുന്നുണ്ട്, മനസ്സിലായോ? അപ്പോ നല്ല ഒരു ചെറിയ ജോലി ഇപ്പൊ ആദ്യം കിട്ടും. ഏത് ജോലി കിട്ടിയാലും അത് ഏറ്റെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഈ പൊരുത്തത്തിന്റെ വിഷയത്തിൽ ജ്യോത്സ്യന്മാരുടെ ഇടയിൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളുടെ അങ്ങനെ വലിയ ഗൗരവമായ പാപദോഷം ഒന്നും ഉള്ളതല്ല. പാപദോഷം ഉള്ളത് തന്നെ നല്ലത്, കാര്യമൊന്നുമില്ല. പിന്നെ കല്യാണം ഈ സമയം നല്ല സമയമാണോ?
കല്യാണത്തിനൊരു അല്പം കൂടെ കഴിഞ്ഞാലും സാരമില്ല മോനെ, ഇപ്പോഴും ആലോചിച്ച് തുടങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത കുറച്ച് കുറവാ. നടന്നാ ഭാഗ്യം എന്ന് വിചാരിക്കുക. ഇനിയിപ്പോ നടന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ട. ഈ 2022 എന്തോ മോനെ, ഇത്ര വയസ്സ് വരെ ശരിക്കും നിങ്ങളുടെ കല്യാണ സമയം എന്ന് പറയുന്നത് 2023 ഇനിയിപ്പോ നിങ്ങൾക്ക് 2022 ലാസ്റ്റൊക്കെ നല്ല ആലോചന വന്നു എന്ന് വിചാരിക്കേ. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളത് മാറ്റിയൊന്നും വെക്കരുത്. ആലോചിക്കണം, ഉറപ്പിക്കണം, നടത്താൻ നോക്കിക്കോണം. മനസ്സിലായി? കുഴപ്പമൊന്നുമില്ലടോ. നിങ്ങൾക്ക് നല്ല കല്യാണമൊക്കെ നടക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, നല്ല ജോലി കിട്ടും, പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കണം മോനെ. നോ പറയാനൊക്കെ പഠിക്കണം. എല്ലാം കയറി ഏറ്റുപിടിക്കരുത് കേട്ടോ. വീട് വെക്കണം. വീട് അമ്മയുടെ പേരില് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി മേടിച്ചു. അതിന്റെ മുകളിൽ 7 വർഷം ഞാൻ കയറി ഇറങ്ങുന്നു. ഒന്നും ശരിയാവണില്ല. ശരി, കുഴപ്പമില്ല മോനെ. 7.5 വർഷമായിട്ട് നിങ്ങൾക്ക് മോശമായിരുന്നു. അതിപ്പോ മാറിയിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കും. ഓക്കെ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ എന്റെ മോന്റെ കാര്യം അറിയാനാ. മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സുഖാണോ? അയ്യോ ദൈവമേ, ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചു. സുഖം ചേച്ചി. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ആരും ചോദിക്കാറില്ല. എല്ലാരും വിളിക്കുന്നുടനെ എല്ലാവർക്കും വിളിക്കുന്നുണ്ടെ അവരവരുടെ കാര്യം അറിയണം, വെക്കണം. മലയാളികളുടെ ഒരു രീതി ആയിരിക്കും ഇല്ലേ? എല്ലാ മലയാളികളും ഉണ്ടാവില്ല അല്ലേ? ശരി ശരി. ഈ മലയാളികളെ പറഞ്ഞു എന്ന് പറഞ്ഞ എന്നെ നാട് കടത്തുമല്ലോ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറ. 26/10/1996. സമയം 9:10 AM. അശ്വതി. ശനിയാഴ്ച ദിവസം, തുലാം 10-ാം തീയതി. അതെ. അമ്മേ മോനല്ലേ? അതെ അതെ. അമ്മേ മോന്റെ ജോലി കിട്ടും കേട്ടോ. കണ്ടകശനിയൊക്കെ ആയിരുന്നു, മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന്റെ കാര്യവും നമുക്ക് നോക്കണം. ഇപ്പൊ അയാളുടെ പ്രശ്നം എന്താണെന്നറിയാവോ അമ്മേ? കയ്യെ കൊണ്ടുവച്ചിട്ട് തട്ടിപ്പോകും. ആ റെഡി എന്നൊക്കെ പറയും. മാറിപ്പോകും. ഇന്നൊരാളെ കാണാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് ആളെ അവിടെ കാണത്തില്ല. നാളെ നമുക്ക് പോകാൻ പറ്റത്തില്ല. മറ്റന്നാ വേറെ എന്തെങ്കിലും വൈഷമ്യം ഉണ്ടാവും. അങ്ങനെ വെറുതെ നടക്കേണ്ടതും ഡിലേ വരും. അതുകൊണ്ട് അയാൾ അങ്ങ് മനസ്സുകൊണ്ട് പതറും. അത് പാടില്ല എന്ന് പറയണം. നമ്മളൊക്കെ ഇല്ല ഇവിടെ, ധൈര്യമായിട്ടിരിക്കാൻ പറ. അടുത്ത എന്തോമേ കല്യാണം ഒന്നും ഇപ്പഴേ കഴിപ്പിക്കണ്ട. ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലം നിക്കട്ടെ. പോരേ? പിന്നെ 2023 ഡിസംബർ 28 മുതൽ അങ്ങോട്ട് കല്യാണത്തിന് സമയമാണ്. എന്ന് പോലെ 2023 മുതല്. ഏത് മാസം മുതല്? ഡിസംബർ മുതല്. എത്രാം തീയതി മുതല്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുവേ. ഇനി ചോദ്യം ചോദിച്ച ഫൈൻ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ. ഒന്നുകൂടെ പറയാം. 2023 ഡിസംബർ 28 മുതൽ കേട്ടോ. അങ്ങോട്ട് കല്യാണത്തിന്റെ ടൈമാണ്. ടെൻഷൻ ഒന്നും അടിക്കണ്ട. നല്ല വിവാഹമൊക്കെ നടക്കും. കുഴപ്പമൊന്നുമില്ല. മെടുക്കാനാണ്. ആളിച്ചിരി ദേഷ്യം ഉണ്ടെന്ന് മാറ്റിക്കോളാൻ പറയണം. അവിടെ ഉണ്ടോ? വരുമ്പോ പറയണേ വിളിക്കുമ്പോ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പക്ഷെ അനിയതാണ് ആള്. ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല. കണ്ടകശനിയായിപ്പോ. കണ്ടകശനിയാ. വീഴാതൊക്കെ നോക്കിക്കോണേ. ആരോഗ്യം ശ്രദ്ധിച്ചോണേ. മാഡത്തിലെ പിന്നെ ആരോഗ്യം വയ്യാന്നൊന്നും പറഞ്ഞിങ്ങോട്ട് വിളിക്കരുത്. ശ്രദ്ധിച്ച് നടക്കുകയൊക്കെ വേണം. ശരി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു മിനിറ്റ്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാ കേട്ടോ. അച്ഛനെ നീരാജനൊക്കെ നടത്തും. ഓക്കെ, ടാറ്റാ. ഹലോ. അത് കൊള്ളാം കേട്ടാ. സംഗതികൾ കൊള്ളാം. ബാക്കി പറയൂ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ കോള് വന്നപ്പോഴേ സംഗീതമായി. കാവ്യാത്മകം. ആ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ആരുടെ കാര്യ? അത് ഭർത്താവിന്റെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് അവര് ജാതകല്ലേ, അശ്വതി നക്ഷത്രമാണ്. വൃശ്ചികത്തിലെ അശ്വതി നക്ഷത്രം. ഏത് വർഷ? 1975. 75. ശരി. എത്ര മണിക്കാ? അതറിയില്ല. അത് ജാതകം നഷ്ടപ്പെട്ടതാ തോന്നണേ. അപ്പൊ അമ്മക്കൊക്കെ നല്ല പ്രായമായി. 14-ാം തീയതിയാണ് അശ്വതി വരുന്നത്. ഡിസംബർ 14-ാം തീയതി 1975. അന്ന് വൃശ്ചിക 28-ാം തീയതി ഞായറാഴ്ച കേട്ടോ. പുള്ളിക്ക് ടെൻഷൻ ആണല്ലോ.
അയ്യോ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയപ്പോഴേ. അല്ല പുള്ളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. അതെ ശരി. കണ്ടകച്ചിന് സമയമൊക്കെ ആയിരുന്നു, ഇപ്പൊ ഒന്ന് മാറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് മോശമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. ഇപ്പൊ ചൊവ്വാദശയൊക്കെയാണ് കുറെ കാലമായിട്ട്. അതിൽ ആദ്യത്തെ അപകാരം നടക്കുന്നുണ്ട്. ഈ ജൂൺ 12-ാം തീയതി മാറും. പിന്നെ ഒരു ദശാസന്ധി
നേരത്തെ ശ്രമിക്കുന്നുണ്ട് പുള്ളി, കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടെന്നും തോന്നുന്നു. ആ, ഉണ്ട്, ഇപ്പൊ ഉണ്ട്. അങ്ങ് മനസ്സുകൊണ്ട് ഒത്തിരി ഉണ്ട്. പതറോ എന്നെ കൊണ്ട് നടക്കുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ. അതെ. ആ. അപ്പൊ മോള് നല്ല പോസിറ്റീവ് കൊടുക്കണം. അനിയത്തിയാണോ മൂത്ത ആളാണോ? അനിയനാണ്. മോൾ നിങ്ങളുടെ അനിയനായത്? എന്റെ അനിയനാണ്. അപ്പൊ അനിയനെ പറഞ്ഞ് പോസിറ്റീവായിട്ട് നല്ല പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്താ ആ, തീർച്ചയായിട്ടും. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നക്ഷത്രഫലത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും എല്ലാം ഞങ്ങളോട് എഴുതി ചോദിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, നക്ഷത്രഫലം, സി കേരളം, SL ടവർ, പൊന്നുരുന്നി നോർത്ത്, വൈറ്റ്ല PO, കൊച്ചി 682019.